നമസ്കാരം. മാഞ്ഞുപോയ സിന്ദൂരത്തിന് മറുപടിയായിരിക്കുന്നു ഇന്ത്യയുടെ ധീരന്മാരായ സഞ്ചാരികളുടെ ഭാര്യമാർ. അവരുടെ സിന്ദൂരം, 25 പേരുടെ സിന്ദൂരമാണ് ഭീകരന്മാർ 22-ാം തീയതി, ഏപ്രിൽ മാസം 22-ാം തീയതി മായ്ച്ചു കളഞ്ഞത്. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ, കോഡ് നെയിമിൽ പാകിസ്ഥാനെതിരെ അതിശക്തമായ ആക്രമണം സംഭവിച്ചു. പലരും പറഞ്ഞു, പ്രേക്ഷകർ പലരും പറഞ്ഞു, പൊട്ടിക്ക് സ്വാമി പൊട്ടിക്ക്. ഇത് എന്റെ കയ്യിലോ ഇങ്ങനെ പറയുന്ന ആളുകളുടെ കയ്യിലോ അല്ല. ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. 14-ാം ദിവസം മറുപടിയായിരിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിൽ 9 ഇടങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം ഈ 9 ഇടങ്ങൾ, ഇന്ത്യൻ സൈന്യം ടാർഗറ്റ് ചെയ്ത 9 പ്രധാന ഇടങ്ങൾ, അവിടെ ഉണ്ടായ കാഷ്വാലിറ്റി ഏർലി റിപ്പോർട്ടാണ്. കാരണം ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് വരുന്ന വിവരങ്ങൾ ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. കാഷ്വാലിറ്റി ലെവൽ ഒരു പക്ഷെ കൂടിയേക്കാം. അത് ക്ഷമിക്കുമല്ലോ. 9 ഇടങ്ങൾ. നമ്പർ 1, ബഹാവൽപൂർ സ്ഥലം. ബഹാവൽപൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അത് കാശ്മീർ അല്ല എന്ന് ഓർക്കണം, അത് പഞ്ചാബാണ്. പാക് പഞ്ചാബിൽ ബഹാവൽപൂർ ആണ് ടെറർ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ജയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട ക്യാമ്പാണ് അതെന്ന് ഓർക്കണം. ജയ്ഷെ മുഹമ്മദിന്റെ ഫൗണ്ടർ മസൂദ് അസർ, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം 1999 അദ്ദേഹം ഇന്ത്യൻ കസ്റ്റഡിയിൽ നിന്നും വിട്ടു നൽകിയ ഭീകരനാണ്. വിമാന റാഞ്ചൽ, നേപ്പാളിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്നും വിമാനം റാഞ്ചി കാണ്ഡഹാറിൽ, അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ എത്തിച്ച് കടുത്ത വിലപേശൽ നടത്തി ഇന്ത്യക്ക് നിവൃത്തികേട് കൊണ്ട് വിട്ടുകൊടുക്കേണ്ടി വന്ന ഭീകരനാണ് മസൂദ് അസർ. അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രം, അദ്ദേഹത്തിന്റെ കേന്ദ്രമാണ് ബഹാവൽപൂർ. അവിടെ മദ്രസ കേന്ദ്രീകരിച്ച് അദ്ദേഹം ക്യാമഫ്ലാഷ് ഒരുക്കിയിരുന്നു. അവിടെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അവിടെ 2 ആക്രമണങ്ങളാണ് വന്നിരിക്കുന്നത്. ജയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനും ചുറ്റുപാടുമുള്ള 2 ആക്രമണം. അവിടെ 600-ലധികം ഭീകരർ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. എത്ര കാഷ്വാലിറ്റിയാണ് അവിടെ കൃത്യം എന്ന് പറയാറായിട്ടില്ല. 80-ലധികം പേരാണ് ആകെ മരിച്ചത്. ഭീകരന്മാർ 80-ലധികം പേരും ഏതാനും സിവിലിയന്മാരും സൈനിക ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നു. അതാണ് നമ്പർ 1. നമ്പർ 2, മറ്റൊന്ന്, അതും പഞ്ചാബിലെയാണ്. പാക് പഞ്ചാബിലെ ക്യാമ്പാണ് മുറിഡ്ക എന്ന സ്ഥലം. അധികം നമ്മൾ കേട്ടിട്ടുള്ള സ്ഥലമല്ല. അത് ലഷ്കർ ഇ തൊയ്ബയുടെ ഹെഡ്ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഹഫീസ് സയ്യിദിന്റെ ശക്തി കേന്ദ്രം. അവിടെ വലിയ തോതിലാണ് ആക്രമണം നടന്നത്. ISIക്കും പാക് സൈന്യത്തിനുമൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അത് തിരഞ്ഞു പിടിച്ചാക്രമിച്ചിരിക്കുകയാണ് ജയ്ഷെ മുഹമ്മദ്. മാത്രമല്ല ലഷ്കർ ഇ തൊയ്ബ കേന്ദ്രങ്ങളും. നമുക്കറിയാം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ലഷ്കർ ഭീകരന്മാരാണ്. ലഷ്കർ ഇ തൊയ്ബയുടെ ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്. അപ്പൊ ലഷ്കർ പറയുന്നു ഞങ്ങൾക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല, ഇപ്പൊ ലഷ്കർ തന്നെ ഇല്ല എന്ന രീതിയിൽ പറയുന്നു. ഇല്ലാത്ത ലഷ്കറിനെ എങ്ങനെ നമുക്ക് ആക്രമിക്കാൻ പറ്റും? വ്യക്തമായ ഭീകര ക്യാമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായ സാറ്റലൈറ്റ് ഇമേജിലൂടെ ഇന്ത്യ കണ്ടെത്തി ആക്രമണം നടക്കുകയാണ്. 3-ാമത്തെ പഞ്ചാബിൽ 4 കേന്ദ്രങ്ങളാണ്. അതുപോലെ പാക് ഓക്യുപൈഡ് കാശ്മീരിൽ 5 കേന്ദ്രങ്ങളാണ്. പഞ്ചാബിലെ മറ്റ് കേന്ദ്രങ്ങൾ ഇവരൊക്കെയാണ്. സിയാൽകോട്ട് ഹിസ്ബുൾ മുജാഹിദീന്റെ കേന്ദ്രമാണ്. ഹിസ്ബുൾ മുജാഹിദീൻ മറ്റൊരു സംഘടനയാണ്. അപ്പം ഒരു സംഘടനയെ മാത്രമല്ല, എല്ലാ സംഘടനകളെയും ടാർഗറ്റ് ചെയ്യുന്ന, അതെല്ലാം തന്നെ ഏകോദര സഹോദരന്മാരെ പോലെ ഇന്ത്യ വിരുദ്ധതയിൽ അടിസ്ഥാനപ്പെടുത്തിയ, കാശ്മീരിന്റെ മോചനത്തിന് എന്നവര് പറഞ്ഞ് ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത സംഘടനകളാണ്. അങ്ങനെ ഹിസ്ബുൾ മുജാഹിദീന്റെ കേന്ദ്രം ആണ് അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സിയാൽകോട്ട് ആക്രമണ വിധേയമായി. അതുപോലെ തന്നെ ചക് അമ്രു എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിലേക്കും ആക്രമണം നടന്നിരിക്കുന്നു. അപ്പൊ ഇത്രയും കേന്ദ്രങ്ങളാണ് പാക് പഞ്ചാബിൽ. നോക്കൂ, പാക് പഞ്ചാബ് എന്ന് പറയുന്നത് അതിർത്തി രേഖയ്ക്ക് അപ്പുറമുള്ള സ്ഥലമാണ്. അത് കാശ്മീർ ആണെങ്കിൽ ഇന്ത്യൻ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് ഇന്ത്യക്ക് പറയാൻ സാധിക്കും. അത് തർക്ക വിഷയമാണ്. അവിടുത്തെ അതിർത്തി എന്ന് പറയുന്നത് LOC മാത്രമാണ്. മറ്റേത് രാഷ്ട്രാന്തര അതിർത്തിക്ക് അപ്പുറമുള്ള സ്ഥലമാണ്. അതിന്റെ ആക്രമണത്തിന് വിവിധ വിശദ വിവരങ്ങൾ ഉപയോഗിച്ച പ്ലെയിനുകൾ, അതിന്റെ മാർഗം, അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഉടനെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഒഴിവാക്കുകയാണ്. മറ്റൊരു കേന്ദ്രം എന്ന് പറയുന്നത്, ഇനിയുള്ള കേന്ദ്രങ്ങൾ 5 കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ
പാക് അധിനിവേശ കാശ്മീരിലെ കേന്ദ്രങ്ങളാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ലോഞ്ച് പാഡ് ഓഫ് ടെറർ. അതാണ് മുസഫറാബാദ്. അത് പാകിസ്ഥാന്റെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെ തമ്പടിച്ച്, അതായത് യഥാർത്ഥത്തിൽ നമ്മൾ അലങ്കാരികമായിട്ട് പറയുന്നത് ബഹാവൽപൂർ, പലയിടത്തും ചെന്ന് റിക്രൂട്ട്മെന്റ് നടത്തി ലഷ്കർ ഇ തോയ്ബയിലൊക്കെ ആളെടുത്തതിന് ശേഷം അവരെ ബഹാവൽപൂരിൽ വന്ന് അതിനെ നഴ്സറിയായി വേണമെങ്കിൽ കരുതാം. എന്നാൽ മുറിഡ്കെ പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ടെറർ എന്നാണ് പറയുക. അതേസമയം അതെല്ലാം കഴിഞ്ഞ് ഭീകരതയിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ടെററിസ്റ്റുകൾക്ക് ലോഞ്ചിങ് പാഡായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് മുസഫറാബാദ്. അവിടെ നിന്നാണ് പാകിസ്ഥാനിൽ, ആ കാശ്മീർ പ്രദേശത്തു നിന്നാണ് ഇന്ത്യയുടെ കാശ്മീർ മണ്ണിലേക്ക് ഏറ്റവും അധികം ഭീകരവാദികൾ കടന്നു വന്നത്. അപ്പൊ മുസഫറാബാദ് ലോഞ്ചിങ് പാഡ് ഓഫ് ടെറർ ആക്രമണ വിധേയമായിരിക്കുന്നു. അതുപോലെ കോട്ട്ലി എന്ന് പറയുന്ന ഹിസ്ബുൾ മുജാഹിദീന്റെ മറ്റൊരു സെന്ററാണ് കോട്ട്ലി ആക്രമണ വിധേയമായി. അതുപോലെ ഗുൽപൂർ എന്ന സ്ഥലം, അവിടെയും ആക്രമണം നടന്നിരിക്കുന്നു. ബിംബർ എന്ന സ്ഥലം. അങ്ങനെ ഇന്ത്യൻ വ്യോമസേന, കരസേന, നാവികസേന ഇത് മൂന്നും ചേർന്ന സംയുക്തമായ ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ. എന്ത് മനോഹരമായ, എന്ത് പ്രതീകാത്മകമായ പേരാണ് സിന്ദൂർ. എന്താണ് സിന്ദൂരം? ഹൈന്ദവ സ്ത്രീകൾ, ഭർത്തൃമതികളായ സ്ത്രീകൾ ആ കാര്യം വ്യക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിന്ദൂരം, നെറ്റിയിൽ ചാർത്തുന്ന സിന്ദൂരം മംഗല്യവതിയാണ് എന്നതിന്റെ സൂചന. സാധാരണ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഹിന്ദു സ്ത്രീകൾ സിന്ദൂരം അണിഞ്ഞിരുന്ന സ്ത്രീകൾ ചെയ്യുന്നത് ആ സിന്ദൂരം മായ്ച്ചു കളയും, പിന്നീട് ആ സിന്ദൂരം ഉപയോഗിക്കില്ല. അപ്പൊ ആ ഒരു സിന്ദൂരം 25 പേരാണ് മരിച്ച. ഒരു കാശ്മീർ പ്രദേശത്തെ ഒരു കുതിരക്കാരനും, അദ്ദേഹത്തിന്റെ പേര് അതിൽ മാത്രമാണ് പുരുഷന്മാർ, അതായത് ഹൈന്ദവ ഇതര വിഭാഗത്തിൽ നിന്ന് മരിച്ച ആളുകൾ, അല്ലെങ്കിൽ ഒരു ഏക മുസ്ലിം ഫെയ്സ് ആണ് ആദിൽ. അത് ധീര രക്തസാക്ഷിയായി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഹിന്ദുക്കളായ ഈ ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് നല്ലവനായ ആദിൽ കൊല്ലപ്പെട്ടത് എന്നുകൂടി പ്രത്യേകമായി ഓർക്കണം. അല്ലാത്ത മറ്റെല്ലാവരും തന്നെ പുരുഷന്മാരാണ്. ആ പുരുഷന്മാരുടെ എല്ലാം സ്ത്രീകൾ സിന്ദൂരം മായ്ച്ച ഒരു അവസ്ഥ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ മക്കൾ, കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാർ, ഇവരെല്ലാം തന്നെ അനുഭവിക്കുന്ന വ്യഥ, അതിന് ഭാരതത്തിന്റെ സൈന്യം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുവാദത്തോടെ വലിയ നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിൽ ഉത്തരം നൽകിയിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ആക്രമണം വൈകി എന്നതിനെ കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. എന്നാൽ ആക്രമണം അപ്രതീക്ഷിതമായ ഒരു സമയത്തും സ്ഥലത്തും ഒരു സർപ്രൈസ് വാല്യൂവിൽ ആണ് ആക്രമണം നടത്തേണ്ടത്. നോക്കൂ, ഇന്നത്തെ ദിവസം മോക്ക് ഡ്രില്ലിനായി രാജ്യം മുഴുവൻ നോക്കിയിരുന്ന ദിവസമാണ്. മോക്ക് ഡ്രിൽ. എങ്ങനെയാണ് ഒരു യുദ്ധം വന്നാൽ സിവിലിയന്മാർ എങ്ങനെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കേണ്ടത്, ബങ്കറുകളിലേക്ക് പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഇവാക്യുവേഷൻ വേണ്ടി വന്നാൽ, ക്യാമഫ്ലാഷിംഗ് വേണ്ടി വന്നാൽ, ഡിസ്ലൊക്കേഷൻ സംഭവിച്ചാൽ എങ്ങനെയാണ് സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കുക, വിശദമായ മോക്ക് ഡ്രില്ലുകളെ കുറിച്ചുള്ള ഒരു ദിവസമാണ്. അപ്പൊ മോക്ക് ഡ്രില്ലെല്ലാം കടന്ന് ജനമെല്ലാം അതിനുവേണ്ടി തയ്യാറായതിനു ശേഷം ആക്രമണം ഇന്ത്യ നടത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളും പാകിസ്ഥാൻ ഭീകരന്മാരും. അപ്പോഴാണ് രാത്രിയുടെ മറവിൽ കൃത്യം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റിൽ ഇന്ത്യൻ വിമാനങ്ങൾ, മിസൈലുകൾ പായിക്കുകയാണ്. പാക് അതിർത്തി കടക്കാതെ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ലോങ് റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് മിസൈലുകളിലൂടെ വ്യക്തമായ ടാർഗറ്റുകൾ തകർക്കുന്ന കാഴ്ച വളരെയധികം ആവേശോജ്വലമായ കാഴ്ചയാണ്. യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ പറയുമ്പോഴും പ്രത്യാക്രമണം മറുപടി കൊടുത്തു എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ദിസ് ഈസ് വൺ വേവ് ഓഫ് സിന്ധൂർ, അല്ലെങ്കിൽ സിന്ധൂർ 1 എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ സിന്ധൂർ 2, സിന്ധൂർ 3, അങ്ങനെ വേവ്സ് ഓഫ് അറ്റാക്കിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ 13 ദിവസത്തിനുള്ളിൽ ഭാരതം സ്വീകരിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ ഭാരതം നയതന്ത്ര മികവ് കാട്ടി. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയിൽ വിഷയം പാകിസ്ഥാൻ എത്തിച്ചപ്പോഴും അവർ പറഞ്ഞത് എന്താണ്? പാകിസ്ഥാൻ ആഗ്രഹിച്ചത് ഇന്റർനാഷണലൈസ് ചെയ്യാൻ, മറ്റു രാജ്യങ്ങളെ ഇതിനകത്ത് കൊണ്ടുവരാൻ. പക്ഷേ ആ ചക്രത്തി പോരാട്ടത്തിൽ ആ രാജ്യങ്ങളൊന്നും തന്നെ, പാകിസ്ഥാൻ ഉദ്ദേശിച്ച രാജ്യങ്ങളുടെ ഒന്നും തന്നെ പിന്തുണ ലഭിച്ചില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങൾ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ പരിഹരിക്കണം
എന്ന ഒരു നിർദ്ദേശമാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഡി എസ്കലേഷൻ ഉണ്ടാകണം എന്ന് ഇപ്പോഴും പറയുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും തമ്മിൽ സംസാരിച്ചു. വിദേശകാര്യമന്ത്രി ജയശങ്കർ വളരെ ആക്റ്റീവ്ലി വിദേശ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരത്തിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി നിരന്തരം സംസാരത്തിലാണ്. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ ആക്രമണം നടന്നിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് പ്രത്യാക്രമണമാണ്. അത് തീർച്ചയായും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ അതിർത്തികളിൽ, പ്രത്യേകിച്ച് കാശ്മീർ അതിർത്തിയിൽ നിരന്തരം ഷെല്ലാക്രമണം കഴിഞ്ഞ 12 ദിവസമായിട്ടുണ്ട്. അത് ഇപ്പോൾ ഇന്റൻസിഫൈ ചെയ്യുന്ന കാര്യമാണ്. ഏതാനും കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ, കാഷ്വാലിറ്റീസിനെ കുറിച്ചും ഉപയോഗിച്ച ആയുധങ്ങളെ കുറിച്ചും മാർഗങ്ങളെ കുറിച്ചും മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ആ കാര്യം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കൂടുതൽ റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കാം.